ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് വിറ്റമിൻ സി സെറം മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ടൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ എൻ്റെ ഈ ചെറിയ ചാനലിനെ പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാവരോടും പറയുക. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മുഴുവനായിട്ടും വീഡിയോ കാണുക, എല്ലാവരും ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ഒരു 5 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം നിങ്ങളുടെ ഫേസിൽ കാണാൻ കഴിയും. വിറ്റമിൻ സി സെറം എല്ലാവർക്കും അറിയാം, ഇപ്പോഴൊക്കെ വളരെയധികം കേൾക്കുന്നുണ്ടാവും. എന്തായാലും അത് നല്ല സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും ഒരു ഷൈനി സ്കിന്ന് കിട്ടാനും നിങ്ങളുടെ സൺ ടാൻ പോലുള്ള പ്രശ്നങ്ങൾ സ്കിന്നിലുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വിറ്റമിൻ സി സെറം. സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കറുത്ത പാടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ സ്കിൻ കുറച്ചും കൂടെ ഒരു ഈവൻ സ്കിൻ കിട്ടാനായിട്ട്, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്രേഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഷൈനി ആയിട്ടുള്ള, ഒരു ബ്രൈറ്റൻ ആയിട്ടുള്ള, കുറച്ചും കൂടെ ബ്രൈറ്റൻ ആയിട്ടുള്ള ഒരു സ്കിന്നിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പുറത്തുള്ള പ്രൊഡക്ട്സ് വാങ്ങി കുറേ പണി കിട്ടുന്നവരുണ്ടാവും, അലർജിക്ക് ആവുന്നവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റായിട്ട് തീർച്ചയായിട്ടും എഴുതണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു 5 ഡേയ്സിൽ തന്നെ തീർച്ചയായിട്ടും കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതിനെ പീസസ് ആക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാനും സംഭവങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടണം. മാക്സിമം ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം സത്ത് അടങ്ങിയ രീതിയിൽ നമുക്കിതിനെ ജ്യൂസ് വേർതിരിച്ച് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നത്, നമ്മുടെ എളുപ്പത്തിൽ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സീസേഴ്സ് വെച്ച് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്കറിയാം ഈ ഓറഞ്ചിലെല്ലാം വിറ്റമിൻ സി ധാരാളമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന സംഭവങ്ങളും ഒരുപാട് സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്ന് നറിഷ് ആവാനും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും, പാടുകൾ, കുഴികൾ, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ, മുഖക്കുരുള്ളവർ, അവർക്കെല്ലാം ഇതൊരു നൈറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നൈറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് പിന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഷൈനി സ്കിന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കുറച്ച് സമയം എടുത്തു ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിടാം. കുറച്ച് കട്ടിയുണ്ട് ഇതിൻ്റെ തൊലിക്ക്. എൻ്റെ സീസേഴ്സ് ആണെങ്കിൽ വളരെ ചെറുതായി പോയി, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഗ്ലൗസ് സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് നീറ്റായിട്ട് സ്റ്റെറൈലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. കാരണം ഇത്തിരി നീറ്റായിട്ട് ഇരുന്നോട്ടെ, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ, നമ്മളിത് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഈ ബൗളിൽ ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സംഭവം ഒരു ബൗളിലോട്ട് മാറ്റി നമുക്കിതിലോട്ട് ആഡ് ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് സോക്ക് ചെയ്ത് ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, പക്ഷേ അധികം നാളൊന്നും ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് എടുത്തത് നമ്മൾ റോസ് വാട്ടറാണ്. ഇത് നനഞ്ഞ്, അതായത് ഡിപ്പ് ചെയ്ത് ഇരിക്കാനുള്ള, കുറച്ച് ഇത് സോക്കായിട്ടിരിക്കണം, അതിനുള്ള റോസ് വാട്ടർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കണ്ട, അറ്റ് എ ടൈം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സേ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേടായി പോവും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന ഗ്ലിസറിനാണ്. 1/2 ടീസ്പൂൺ ഗ്ലിസറിനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ നല്ലോണം സോക്ക് ചെയ്ത് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള റോസ് വാട്ടർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. സാധാ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എനിക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇനി ഇത് ഞാൻ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതൊരു അരിപ്പ വെച്ചിട്ട് അതിലെ ജ്യൂസ് മാത്രം മാറ്റിയെടുക്കുക. ഓക്കെ, നല്ലോണം
ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു യെല്ലോയിഷ് കളറായിട്ട് എനിക്കതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു അതെല്ലാം സോക്ക് ചെയ്തിട്ട് ഞാൻ 1 ഫുൾ നൈറ്റ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം. റോസ് വാട്ടറും പിന്നെ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് ഒരു മിനിമം ഒരു 6 hours നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കാരണം നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഒരു ഓറഞ്ച് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ക്ഷമയോടെ തന്നെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഞാൻ മാക്സിമം എത്രത്തോളം കിട്ടുമോ അത്രത്തോളം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കാണണം, വിറ്റമിൻ സിയുടെ ടാബ്ലറ്റാണ്. ഓക്കെ, ഇത് ലിംസി എന്ന് പറയുന്ന ടാബ്ലറ്റാണ്. മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഒരു ടാബ്ലറ്റ് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി, ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഒരു വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ, അതിലത്തെ ആ ഓയിൽ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെ ഒരു 5 days ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് അലർജി ഉള്ളവരാണ്, അല്ലെങ്കിൽ വിറ്റമിൻ സിയുടെ ടാബ്ലറ്റ് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ സൂപ്പർ അലോവേര ജെല്ലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമുക്കൊരു കുറച്ചൊരു ജെൽ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള അലോവേര ഉള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, അതിൻ്റെ ജെൽ ആഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 7 days പുറത്ത് സുഖമായിട്ട് വയ്ക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് അത്യാവശ്യം നല്ലോണം ഒരു ഹോമോജീനസ് മിക്സ്ചർ ആവുന്നവരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ച് പണിയുണ്ട്, കുറച്ച് നന്നായിട്ട്. കാരണം ഓയിലി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ അത് മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാണാനും നല്ല രസമുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ഇപ്പോൾ ഒരു ഡ്രോപ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. എന്നിട്ട് ഞാനത് ഏതിലാണ് നിങ്ങൾ സ്പ്രേ കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ വരില്ല, നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ലിക്വിഡ് രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. ഫസ്റ്റത്തെ നോക്കണ്ട, അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചപ്പോഴാണ്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല ഒരു ഡ്രോപ്പായിട്ട് കയ്യിലെടുത്ത് മുഖത്തും ഫേസിലും അപ്ലൈ